സുഗത ഒരു ദുബായ്ക്കാരനെയും കൊണ്ട് എന്റെ സ്ഥലത്തിന് കോളുമായിട്ട് വന്നു. അപ്പൊ അവിടെ ബൈപ്പാസ് വരാൻ പോവാണല്ലോ. 1.5 കോടിക്ക് ഞാൻ എന്റെ സ്ഥലം കൊടുത്തു. 1.5 കോടിക്ക് വിറ്റു. 1.5 കോടിക്ക്. അയാൾക്കാണ് സൂപ്പർ മാർക്കറ്റ് എന്തോ പണിയാനാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതുകൊണ്ട് മോളെ കല്യാണം ഉസാറായിട്ടാണ് നടത്തി. പിന്നെ കുറച്ച് ഉള്ളോട്ടായിട്ട് ഒരു 25 സ്ഥലവും ഒരു വീട് അങ്ങോട്ട് വാങ്ങി. നമുക്കിപ്പോ റോഡ് സൈഡിലൊന്നും താങ്ങണ്ടല്ലോ. മതിയല്ലോ, അത് മതിയല്ലോ. ബാക്കി 80 ലക്ഷം കയ്യിലുണ്ട്. ഇളക്കണ്ട. ഇല്ല, അതെ, അതവിടെ കയ്യിൽ വെച്ചോ. അവിടെ ഇരിക്കട്ടെ, ആരും കൊടുക്കണ്ട. ഇനി അങ്ങോട്ട് ജീവിച്ചു പോയാൽ മതി. ഇതുകൊണ്ടാണ് ജീവിച്ചു പോയാൽ മതിയല്ലോ. വേറെ കൂടുതൽ മോഹങ്ങളൊന്നും ഇല്ല നമുക്ക്. പിന്നെന്താ. അയ്യോ, സാറിതൊന്നും വിളിക്കല്ലേ കേട്ടോ. ഇതാണ് സാറ്, കുട്ടികളെ പഠിപ്പിക്കുന്ന സാറ്. അത് മാഷ്, ഇതാണ് സാറ്. അല്ല, ഈ പീഡിയ നടത്തണം നമ്മളൊക്കെ. നിങ്ങൾ സാറെന്ന് വിളിച്ചാൽ എങ്ങനെയാ സാറേ? ഈ കട നമുക്കൊന്ന് ഡെവലപ്പ് ചെയ്യാൻ ലോൺ വേണമെങ്കിൽ ഇപ്പൊ ഈസി ആയിട്ട് കിട്ടുമല്ലോ. അല്ല, ലോൺ ഇപ്പൊ നിങ്ങൾ എന്റെ മോളെ കല്യാണം നടത്താനുള്ള ലോൺ നിങ്ങൾ തന്നോണ്ട് മോളെ കല്യാണം സുജായിട്ട് കഴിച്ചു. അതെ, ഞങ്ങൾ നല്ലപോലെ ശ്രമിച്ചതാണ്. പക്ഷെ ഹെഡ് ഓഫീസിൽ കുറെ ആൾക്കാർ ഇരിപ്പുണ്ട്. അവർ ഭയങ്കര പ്രശ്നം. ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം, ആര് കൈവടിയുമ്പോഴും നമ്മളെ കൂടെ പടച്ചോണ്ടാവും. കണ്ട, ഞാൻ പറഞ്ഞില്ലേ സാറ്, ഞങ്ങള് സാറിന് ലോൺ കിട്ടാതെ വന്നപ്പോ ഒരു പെൺകുട്ടിയുടെ കല്യാണമല്ലേ, ഒരുപാട് വിഷമിച്ച് ഞാനും മാഡവും കൂടെ എന്തോരം പ്രാർത്ഥിച്ചെന്നറിയാം. അങ്ങനെ പടച്ചോൻ കേട്ടല്ലോ. സ്ഥലം കച്ചവടമായി ഒരു 1.5 കോടിക്ക് ഞാനായിട്ട് കച്ചവടം. അതെ 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 അതെ. പിന്നെ സാറേ, ഈ കോടികളൊക്കെ നമ്മളിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇരിക്കുന്നത് അത്ര നല്ലതല്ല, സേഫ് അല്ല. അത് നമ്മുടെ ബാങ്കിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യണതിന് ഇൻട്രസ്റ്റ് അങ്ങോട്ട് കിട്ടും. അതെ, സാധാരണ നോർമലി 6.25 ഉള്ളൂ. ഞങ്ങൾ സാറിന് 6.5 വെച്ച് തരും. അല്ല, ഞാനത് നോക്കുന്നുണ്ട്, ഏതെങ്കിലും നല്ലൊരു ബാങ്കിൽ കിട്ടണം. നല്ല ബാങ്ക് ആണല്ലോ. ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് തരുന്നത് ഞങ്ങളാണ്. മാഷേ, അങ്ങനെയാണെങ്കിൽ പൈസ വരെ ബാങ്കിൽ കിട്ടാലോ? എന്തിനാ മാഷേ ദൈവം, ഇത് വേറൊരാളുടെ കാര്യത്തിൽ ഇടപെടല്ലേ മാഷേ. ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോ ഇങ്ങനെ കലമ്പാക്കല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ നമ്മൾ പൈസ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ചെന്ന് കഴിഞ്ഞാൽ അത് എടുക്കണമെങ്കിൽ വലിയ പാടാണ്. ബാങ്കിൽ വിളിച്ചു പറഞ്ഞാല് വീട്ടിൽ കൊണ്ട് തരും. പിന്നെ മാഷേ, അത് വിട്ടേക്ക്. അത് കഴിഞ്ഞതല്ല, അത് പോട്ടെ. പോയതോ അല്ല, ഇനിയിപ്പോ ഈ പൈസ എന്റെ കൈമിൽ വെച്ചോണ്ട് ഒരു കാര്യമില്ല. ഞാനേ ഒരു 80 ലക്ഷം നിങ്ങളെ ബാങ്കിലേക്ക് കണ്ടിടാം. 80 ലക്ഷം. ഞാൻ പറഞ്ഞില്ലേ സാറിന് നമ്മളോട് ദേഷ്യമൊന്നുമില്ല, പൈസ നമ്മുടെ ബാങ്കിൽ തന്നെ തരുമെന്ന്. അല്ലേ സാർ, ഇൻട്രസ്റ്റ് കിട്ടുമല്ലോ. ബുദ്ധിപരമായ തീരുമാനമാണ്. നിങ്ങളെന്താ വേണ്ടിയെന്ന് വെച്ചാൽ നിങ്ങളെ ബാങ്കിന്റെ ആധാരവും അടിയാധാരവും ഏൽപ്പിക്കണം. പിന്നെ അതിന് പുറമെ പക്ഷെ എന്തിന് നമ്മളവിടെ പോയപ്പോ ഒരു സാധനം പറഞ്ഞില്ലല്ലോ, ആ സെക്യൂരിറ്റി എന്താ കൊളാട്രൽ, അത് വേണോ? പിന്നെ വേറെ കൂടി ഉണ്ടല്ലോ, എൻകംബറൻസ്. ഇത് 4 പിന്നെ നിങ്ങളെ 2 ID പ്രൂഫും അത് കൂടി കൊണ്ടു തന്നാ ഞാൻ കൊടുത്തരാം.